ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ് ഗൈസ്. അതിന്റെ സസ്പെൻഷൻ വർക്കാണ് നോക്കിക്കോട്ടോ. ഓ ഇത് മൊത്തത്തിൽ ഒരു ആട്ടുള്ള സ്പീഡ് ബ്രേക്കറാണ് ഗൈസ്. കയറി അയ്യോ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചൊരു RC കാറാണ്. അവന്റെ പേരെന്താണെന്ന് അറിയോ? റോക്ക് ക്രൗളർ ഗൈസ്. അപ്പൊ നമ്മുടെ ചെക്കനെ ഇരിക്കുന്ന ഈ കാണുന്ന നമ്മുടെ ആമസോണിന്റെ ബോക്സിലുള്ള ആട്ടാ ഗൈസ്. നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തേക്ക് എടുക്കാട്ടോ. ഗൈസ് ഇവനാണ് ഗൈസ് നമ്മുടെ റോക്ക് ക്രൗളർ. കേരളത്തിലെ പിള്ളേർക്കിടയിൽ ഗൈസ് ഒരുപാട് ഫാൻസ് ഉള്ള മുതലാട്ടെ ഗൈസ് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ റോക്ക് ക്രൗളർ ഇട്ടാ. കിഡിലും പാക്കിങ്ങോടാണ് ഗൈസ് നമുക്ക് ചെക്കനെ കിട്ടിയിട്ടുള്ള ഇട്ടാ. ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ്. ഇതുവരെ നമ്മൾ ഒരുപാട് RC കാർ അൺബോക്സ് ചെയ്തപ്പോഴും ഇത്രയും നല്ലൊരു പാക്കിങ് കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത പാക്കിങ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെക്കനെ പുറത്തേക്ക് എടുക്കുക ഗൈസ്. ഓൾറെഡി ഗൈസ് ഇവനെ ഞാൻ അൺബോക്സ് ചെയ്ത് ഓടിച്ചതാണ്. ഇത് കിഡിലെ പാക്കിങ്ങോടാണ് വന്ന് ഇതിന് ഫുൾ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ കാറ് കാണിച്ചിട്ട് ഗൈസ്. അതിന് മുമ്പ് എന്താട്ടെ ഗൈസ് ഇതിന് നമ്മുടെ റോക്ക് ക്രൗളറിന്റെ റിമോട്ട് വന്നിട്ട് പിന്നെ കാറ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ വേറെ ലെവലാട്ടോ. ഇതിന്റെ സൈസ് നിങ്ങൾക്ക് ഒരിക്കലും വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവില്ല. ഞാൻ നമ്മുടെ റോക്ക് മാസ്റ്ററിനെ വെച്ച് കാണിച്ചതാ ജസ്റ്റ്. അതിന് മുമ്പേ ഗൈസ് ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാട്ടോ. നോക്കി പക്കയാണ്, വേറെ ലെവലാണ്. ഞാൻ ഓടിച്ചു നോക്കിയതാണ് ഓൾറെഡി. വേറെ ലെവൽ ഫീൽ ആയിരുന്നു ഗൈസ്. ഇതുവരെ ഓടിച്ച RC കാറിൽ എനിക്ക് എന്താ അറിയില്ല ഗൈസ്. ഇത് ഓടിച്ചപ്പോൾ ശരിക്കും ഒരു ഫീല് മനസ്സിലായി. ശരിക്കും RC കാർ ഓടിക്കണതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. ആ കൊടുക്കുന്ന പൈസക്കുള്ള മുതല് ഉള്ള ഒരു മുതലാട്ടോ ഈ നമ്മുടെ ചെക്കൻ. അപ്പൊ ഗൈസ് നമ്മുടെ റോക്ക് മാസ്റ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ റോക്ക് ക്രൗളറിന്റെ സൈസ് കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കി നോക്കി നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുണ്ടാവും നമ്മുടെ റോക്ക് മാസ്റ്റർ റോക്ക് ക്രൗളറിന്റെ സൈസ് നോക്കി നോക്ക്. ചേട്ടന് തന്നെയെ പോലല്ലേ. എന്റെ ടയറിന്റെ സൈസ് നോക്കിയോ ഗൈസ്. ഇജാതി ടയർ. കാരണം വീഡിയോയിൽ കാണുമ്പോൾ റോക്ക് ക്രൗളറിന് അത്ര വലിപ്പമില്ലാന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഇത് നോക്ക് ഗൈസ്, റോക്ക് ക്രൗളറിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ചെക്കനിൽ ബാറ്ററി കൊടുക്കാൻ വേണ്ടിട്ട് സ്ക്രൂ വരാം. അപ്പൊ ഗൈസ് ഇതാട്ട നമ്മുടെ റോക്ക് ക്രൗളറിന്റെ ബാറ്ററി ഇട്ടാ. നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ റോക്ക് ക്രൗളറിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുത്തില്ലേ. അപ്പൊ ആ ബാറ്ററി ചാർജ് ചെയ്യണം. ആ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജർ ആട്ടാ ഇത്. അതിന്റെ കൂടെ വന്നതാട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ റിമോട്ടിലും ബാറ്ററി ഇട്ട് കൊടുക്കണം ഗൈസ്. അപ്പൊ 3 ബാറ്ററി ആട്ടാ വേണ്ട. ഇത് നമുക്ക് ബോക്സിന്റെ കൂടെ വരില്ല. ഇത് നമ്മൾ എക്സ്ട്രാ മേടിക്കണം. അപ്പൊ നമുക്ക് 1 2 നമുക്കിത് ലോക്ക് ചെയ്തേക്കാം. നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മുടെ RC കാർ ഓൺ ആക്കാൻ വേണ്ടി ആദ്യം നമുക്ക് റിമോട്ടിൽ സ്വിച്ച് ഓൺ ആക്കണം. അതായത് റിമോട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ RC കാറിലും സ്വിച്ച് ഓൺ ആക്കാം. ഇപ്പൊ നമ്മുടെ ചെക്കൻ ഓൺ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ RC കാർ ഓടിക്കാറിയാത്തവർക്ക് വേണ്ടി റിമോട്ട് കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ ഇതാ ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് ഇത് ജസ്റ്റ് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ RC കാർ ഫ്രണ്ടിക്ക് പോട്ടാ. കണ്ട ഇവിടെ ചെറിയ ടേബിൾ ആയതുകൊണ്ട് ഇതിപ്പോ ഭയങ്കര പവർ കൂടുതലാണ്. അതുകൊണ്ട് ചാടിപ്പോ സാധ്യത ഞാൻ ചെറുതായിട്ട് വിടുന്നു. പിന്നെ ഇതാ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഫ്രണ്ടിക്ക് ആക്കുക. അപ്പൊ നമ്മുടെ RC കാർ ബാക്കിൽ പോവും. കാണിച്ചുതരാ. പവർ കൂടുതലായതുകൊണ്ട് ഗൈസ് ഇവൻ ചാടിപ്പോ, അതാ മെയിൻ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ഗൈസ് വേറൊരു കാര്യം കൂടി ഗൈസ് പറയാണ്ട്. ഇവൻ 4 വീൽ ഡ്രൈവ് ആട്ടെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ റോക്ക് മാസ്റ്ററിനെ കാണിച്ചിട്ടുണ്ട്. അവൻ 2 വീൽ ഡ്രൈവ് ആയിരുന്നു. ഞാൻ 4 വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് കാണിച്ചുതരാം. അത് നമ്മൾ 4 വീലുണ്ടല്ലോ, 4 വീലും കറങ്ങും. കണ്ടില്ലേ, അതിനാണ് നമ്മൾ 4 വീൽ ഡ്രൈവ് എന്ന് പറയാട്ടോ. പിന്നെ നമ്മുടെ ഈ കാണുന്നതാ ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ RC കാർ സ്റ്റിയറിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഇതിങ്ങോട്ട് തിരിക്കുമ്പോഴാണ് നമ്മൾ RC കാർ തിരിയുക. പക്ഷെ ഇതിന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ ഗൈസ്, അത് വേറെ ലെവലാണ്. ഞാൻ കാണിച്ചുതരാം. അതായത് നോക്കി നോക്ക് ഗൈസ്, ആ വരുന്ന സൗണ്ട് ഗൈസ് വേറെ ഫീൽ ആട്ടാ. നമ്മുടെ RC കാർ ഓടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഫീലാണ്. അതുപോലെ തന്നെ ഗൈസ് ഇതിന്റെ ഉള്ളില് ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈറ്റ് ഒക്കെ ഓടിക്കുമ്പോൾ വേറൊരു മൂഡ് കിട്ടും. ഒരു ചെറിയ ലൈറ്റാണ്. പിന്നെ ഇവിടെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഡമ്മിയാണ്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഗൈസ്. അപ്പൊ നമ്മുടെ RC കാർ ഓടിക്കണമെങ്കിൽ ചെറിയൊരു ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചാ ഈ കാണുന്നതാ നമ്മളെ മെറ്റലിൽ കൂടെ കയറ്റിയിട്ടതാ ഈ കാണുന്ന നമ്മളെ ഇഷ്ടികയുടെ മുകളിൽ കൂടെ കയറി ഈ കാണുന്നതാ ഇത് ചിരട്ട. ഇപ്പൊ ചിരട്ടയുടെ മുകളിൽ കൂടെ ഒക്കെ ചാടിപ്പിച്ച് ഈ കാണുന്ന സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ചാടിപ്പിക്കണം. അടുപ്പിച്ച് ഈ കാണുന്ന ട്രാക്കിൽ കൂടെ നമ്മൾ ഇറക്കിയിട്ട് ഇവിടെ ചെറിയ നമ്മളെ ഈ ടൈൽസിന് പീസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചാടിച്ചതാ ചെറിയ സ്പേസ് ഉള്ളൂ. ഇവിടെ നമുക്ക് ടേൺ ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ കാണുന്ന ഈ സ്പീഡ് ബ്രേക്കേഴ്സിന്റെ മുകളിൽ കൂടെ ചാടിക്കണം. ഈ സ്പീഡ് ബ്രേക്കേഴ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ബ്രേക്കറാണ്. അങ്ങനെ ഇത് കൂടെ നമ്മൾ തിരിച്ച് ഇവിടെ നമ്മൾ ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ടാ ഇതിന്റെ മുകളിൽ കൂടെ കയറണം. ഇതിന്റെ മുകളിൽ കൂടെ കയറ്റിയത് ഈ കസാരയുടെ മുകളിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ചാടിപ്പിക്കണം. ഇവിടെ ചാടിപ്പിക്കാനുള്ള ആകെ ഓപ്ഷൻ ഉള്ളൂ. ഇവിടെ ചാടിപ്പിച്ച് നമ്മൾ ഇതായി കാണുന്ന ടൈൽസ് കൂടെ നമ്മുടെ ചെക്കനെ ഇറക്കണം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ ചെക്കനെ ട്രാക്കിലേക്ക് കയറ്റാം. ആദ്യം നമുക്ക് കയറ്റേണ്ടത് നമ്മളെ മെറ്റലിൽ കൂടെ കേട്ടോ. മെറ്റലിൽ കൂടെ കയറ്റിയിട്ട് നമുക്ക് ഈ കാണുന്ന ഇഷ്ടികയുടെ മുകളിൽ കൂടെ കയറണം.
ഇഷ്ടികയുടെ മുകളിൽ കൂടെ ഗൈസ് അതിന്റെ സസ്പെൻഷൻ വർക്കാണ് നോക്കിക്കോട്ടോ. അങ്ങനെ നമ്മൾ ഇഷ്ടികയുടെ മുകളിൽ കൂടെ സുഖമായി ഗൈസ് കയറ്റി നമുക്ക് കാണാൻ ചിരട്ടയുടെ മുകളിൽ കൂടെ കയറ്റാം. അതോ ടൈൽസൊക്കെ മുന്തിയിട്ട് ഗൈസ് അതോ ചിരട്ടയൊക്കെ നമ്മൾ തെറിപ്പിച്ചിട്ടു. നമുക്ക് ഫ്രണ്ടിൽ കൂടെ നമ്മളെ ഈ ചിരട്ടയുടെ ഫ്രണ്ടിൽ കൂടെ കയറ്റി വിടുക. നമ്മളെ സസ്പെൻഷനൊക്കെ വളയണ നോക്ക് ഗൈസ്. വണ്ടി ഇങ്ങനെ ഇളകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശരി നോക്ക്. ഭയങ്കര രസമാണ് ഗൈസ്. നമുക്ക് ഈ കാണാൻ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് നമ്മുടെ ചെക്കനെ കയറണം. ചെറിയ സ്ലിപ്പേജ് ഉണ്ട് കേട്ടോ ഗൈസ്, പക്ഷെ നമ്മൾ കയറ്റിയെടുക്കും ഗൈസ്. ഭയങ്കര സ്ലിപ്പ് ആവാറുണ്ട് ഗൈസ്. അയ്യോ മോനെ ചെക്കൻ കയറി ഗൈസ്. നമുക്ക് ഈ കാണുന്ന നമ്മുടെ ട്രാക്കിൽ കൂടെ നമ്മുടെ ചെക്കനെ ഇറക്കണം. നിൽക്കണ നോക്ക് ഗൈസ്, പക്ഷെ നമ്മൾ എടുക്കും ഗൈസ്. കൂളായി എടുത്ത് നമ്മൾ ഗൈസ്. അപ്പോൾ ഇവിടെ ചെറിയ സ്പേസ് ഉള്ളൂ, നമുക്ക് ഇവിടുന്ന് നമ്മളെ ചെക്കനെ തിരിക്കണം കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഫുൾ ലെഫ്റ്റിക്ക് എടുത്താലാണ് റൈറ്റ് കറക്റ്റായി കിട്ടുള്ളൂ. റൈറ്റ് എടുത്ത് ഇനി ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് വലിക്കുക. ഇനി ഫുൾ റൈറ്റ് എടുക്കുക. അത് കിട്ടൂല, അത് വേറെ സ്റ്റെക്കാവും. നമുക്കൊന്നും കൂടി ബാക്ക് എടുക്കാം. ബാക്കിൽ നമ്മൾ ഇതൊക്കെ കേസ് മറിച്ചിട്ടു. നമുക്ക് ഫ്രണ്ട് എടുക്കാം. കൂളായി കയറിയിട്ട് ഗൈസ്. നമുക്ക് ഈ കാണാൻ സ്പീഡ് ബ്രേക്കേഴ്സിന്റെ മുകളിലൂടെ കയറ്റുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു ആട്ടുള്ള സ്പീഡ് ബ്രേക്കറാണ് ഗൈസ്. മൊത്തത്തിൽ സ്ലിപ്പാവുണ്ട് വണ്ടി. നോക്കി നോക്കാം. സ്ലിപ്പാണ് നോക്ക്. കിട്ടി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഈ ചെക്കനെ നമ്മുടെ ഇതിന്റെ മുകളിലേക്ക് കയറണം. നമ്മുടെ ചെക്കൻ കുറച്ച് സ്ലിപ്പാവുന്നുണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ. നോക്കി നോക്ക്, സ്ലിപ്പാവുന്നുണ്ട്. ഇത് കിട്ടും, കുറച്ച് സ്പീഡ് കയറ്റിക്കനെ കിട്ടും. ഗൈസ് ഞങ്ങൾക്ക് നമ്മുടെ ചെക്കനെ ഇവിടെ തിരിക്കണം. ഇവിടെ തിരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പതുക്കെ ബാക്ക് എടുക്കുക. ഫുൾ റൈറ്റ് ഓടിക്കുക. ഇനി ഫുൾ ബാക്ക് എടുക്കുക. ഫുൾ റൈറ്റ്. ആ ഭാഗം നോക്കണം ഗൈസ്. ഒന്ന് ലെഫ്റ്റ് ഒന്ന് ബാക്ക് എടുക്കുക. ഇനി ഫുൾ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഫുൾ റൈറ്റ് ഓടിക്കുക. അത് കിട്ടും. ഫുൾ അതിനെ കിട്ടും. അയ്യോ മോനെ കേറി. അയ്യോ ഗൈസ്, കസേരയുടെ മുകളിലേക്ക് എത്തി ഗൈസ്. പക്ഷെ ഇവിടെ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ നമ്മൾ ചാടിപ്പിക്കണം. കാരണം ഇവിടെ ഞാൻ ഒന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചാടിപ്പിക്കണം ഗൈസ്. കൂള ഇറങ്ങിട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ RC കാർ ഞാൻ വാങ്ങിച്ചത് 1400 രൂപയ്ക്ക് എന്താണ്. അപ്പൊ ഗൈസ് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഞാൻ വീഡിയോ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഈ വീഡിയോ കാണാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. അപ്പൊ ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി ടോയ്സ് വീഡിയോസ് ഇട്ടാൻ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.